Hello dear aspirants. എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയിൽ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് നീൽഗിരി താറാണ്. അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഈ നീലഗിരി താർ അല്ലെങ്കിൽ വരയാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ നീൽഗിരി താറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുക. എന്തുകൊണ്ടാണ് ഈ നീലഗിരി താർ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറൻ്റ്ലി ഒരുപാട് തവണ ന്യൂസിൽ വന്ന ഒരു സ്പീഷീസാണിത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് നമുക്കൊന്ന് നോക്കാം. ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, അതായത് IUCN, will be joining the 3-day synchronized നീലഗിരി താർ സെൻസസ് ആസ് എ തേർഡ് പാർട്ടി ഒബ്സർവർ. അപ്പോൾ ഒരു സിങ്ക്രണൈസ്ഡ് നീലഗിരി താർ സെൻസസ് നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ IUCN ഒരു തേർഡ് പാർട്ടി ഒബ്സർവറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ, അതായത് ഈ 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ റീസെൻ്റ്ലി നടന്നൊരു കാര്യമാണ്. ഇത് കൂടാതെ മറ്റു പലതവണ ന്യൂസിലും നീലഗിരി താർ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ന്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നീലഗിരി താറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. നീൽഗിരി താർ ഈസ് ഓൾസോ നോൺ ആസ് നീലഗിരി ഇബെക്സ്. നീലഗിരി താർ നീലഗിരി ഇബെക്സ് എന്നറിയപ്പെടുന്നുണ്ട്. മൗണ്ടൻ കോട്ടുകളെയൊക്കെയാണ് നമ്മൾ പൊതുവേ ഇബെക്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുക. അപ്പം നീലഗിരി താറും നീലഗിരിയിൽ കാണപ്പെടുന്നതായതുകൊണ്ടാണ് നീൽഗിരി ഇബെക്സ് എന്ന് പറയുക. ഇറ്റ് ഹാസ് ബീൻ ലിസ്റ്റഡ് ആസ് എൻഡേഞ്ചേർഡ് ബൈ IUCN. IUCN റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അനിമലാണ് നീലഗിരി താർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ ലിസ്റ്റഡ് അണ്ടർ ഷെഡ്യൂൾ 1 ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1 വരുന്നത്. അതുകൊണ്ട് എന്താ പ്രയോജനം? വിച്ച് പ്രൊവൈഡ്സ് അബ്സല്യൂട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് ഒഫൻസസ് അണ്ടർ ദീസ് ആർ പ്രിസ്ക്രൈബ്ഡ് ദ ഹയസ്റ്റ് പെനാൽറ്റീസ്. അതായത് ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രൊട്ടക്ഷൻ ഉറപ്പ് കൊടുക്കുന്ന ഷെഡ്യൂൾ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ വേട്ടയാടുന്നതൊക്കെ വളരെ വലിയ പെനാൽറ്റീസ്, വലിയ ശിക്ഷകൾ കിട്ടുന്ന കുറ്റകൃത്യമായിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു അബ്സല്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മൃഗമാണ് നീൽഗിരി താർ അല്ലെങ്കിൽ നീലഗിരി ഇബെക്സ് എന്ന് മനസ്സിലാക്കുക. ദ അഡൽട്ട് മെയിൽസ് ഓഫ് നീലഗിരി താർ species develop a light gray area or saddle on their backs and are hence called saddle backs. അപ്പോൾ സാഡിൽ ബാക്സ് എന്നറിയപ്പെടുന്ന പൊതുവെ നീലഗിരി താറിലെ അഡൽട്ട് മെയിൽസ് ആണ്. കാരണം ഇവയുടെ ബാക്ക് സൈഡിലായിട്ട് പുറത്തായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഏരിയ, അവർ അഡൽട്ട് ആകുന്ന സമയത്ത് ലൈറ്റ് ഗ്രേ ഏരിയ ഡെവലപ്പായി വരും. അതിനാണ് സാഡിൽ എന്ന് പറയുക. അപ്പം അങ്ങനെ സാഡിൽ ബാക്സ് എന്നൊരു പേരുണ്ട്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലും ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടു, ബാക്ക് സൈഡിൽ ഒരു ഗ്രേയിഷ് കളറിലാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് സാഡിൽ ബാക്സ് എന്നുള്ളൊരു പേര് വന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അനിമലാണ് ഈ പറയുന്ന നീലഗിരി താർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് അനിമൽ ഓഫ് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അനിമൽ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദ പ്രോജക്ട് നീലഗിരി താർ വാസ് ലോഞ്ച്ഡ് ബൈ ദ തമിഴ്നാട് ഗവൺമെൻറ്. അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവാണ് പ്രോജക്ട് നീലഗിരി താർ എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രോജക്ട് എലിഫൻറ്റ്, പ്രോജക്ട് ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ അത് സെൻട്രലി സ്പോൺസേർഡ് ആണ്. ഇവിടെ ഇത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണ്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവാണ് പ്രോജക്ട് നീലഗിരി താർ എന്ന് മനസ്സിലാക്കുക. അത് വേറൊരു കാര്യം കൂടിയുണ്ട്, അത് കണക്റ്റഡ് ആയിട്ട് അവരുടെ സ്റ്റേറ്റ് അനിമൽ കൂടിയാണ് നീലഗിരി താർ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി നീലഗിരി താർ എവിടെയാണ് കാണപ്പെടുക, അല്ലെങ്കിൽ ഇത് എൻഡമിക് ടു വിച്ച് ഏരിയ എന്നുള്ളതൊക്കെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓപ്പൺ മൗണ്ടൻ ഗ്രാസ്ലാൻഡ് ഹാബിറ്റാറ്റ് ഓഫ് റെയിൻ ഫോറസ്റ്റ് എക്കോ റീജിയൻ. പൊതുവേ മൗണ്ടൻ ഗ്രാസ്ലാൻഡ് റീജിയനിലാണ്, അതായത് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ മലമുകളിലുള്ള അത്തരത്തിലുള്ള ഗ്രാസ്ലാൻഡുകളിലാണ് ഇവരെ പൊതുവേ കാണപ്പെടുക. ആൻഡ് നീലഗിരി താർ ഈസ് എൻഡമിക് ടു ദ നീൽഗിരി ഹിൽസ് ആൻഡ് ദ സദേൺ പോർഷൻ ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് ഇൻ തമിഴ്നാട് ആൻഡ് കേരള. അപ്പോൾ ഇത് നീലഗിരി താർ എന്ന് പറയുന്നത് എൻഡമിക് ടു നീലഗിരി ഹിൽസ് ആണ്.
അപ്പോൾ അതുപോലെ തന്നെ നീലഗിരി ഹിൽസിൽ മാത്രമല്ല സദേൺ പോർഷൻ ഓഫ് ദ വെസ്റ്റേൺ ഗഡ്സ് ഇൻ തമിഴ്നാട് ആൻഡ് കേരള, വെസ്റ്റേൺ ഗഡ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഏരിയയിലുള്ള ആ സദേൺ വെസ്റ്റേൺ ഗഡ് റീജിയനിൽ നമുക്ക് നീലഗിരി താർസിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജനറലി പറയുമ്പോൾ എൻഡമിക് ടു നീലഗിരി ഹിൽസ് എന്ന് പറയും, എങ്കിലും ഇറ്റ് ഈസ് എൻഡമിക് ടു നീലഗിരി ഹിൽസ് ആൻഡ് ദ സദേൺ പോർഷൻ ഓഫ് വെസ്റ്റേൺ ഗഡ്സ്. പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട് കേരള റീജിയനിലുള്ള വെസ്റ്റേൺ ഗഡ് റീജിയനിലാണ് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കുക. ആൻഡ് വൺ മോർ പോയിന്റ്, ഇരവികുളം നാഷണൽ പാർക്ക് ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഓഫ് നീലഗിരി താർ. അപ്പം നീലഗിരി താറിൻ്റെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്, കേരളത്തിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിലാണ് പുതിയ സെൻസസ് പ്രകാരം ഏറ്റവും അധികം നീലഗിരി താർ പോപ്പുലേഷൻ ഉള്ളത്. പുതിയ സെൻസസ് അനുസരിച്ച് അറ്റ് ഇരവികുളം നാഷണൽ പാർക്ക് എറൗണ്ട് 664 നീലഗിരി താർസ് ഉണ്ട്. അപ്പോൾ ഏകദേശം 664 നീലഗിരി താർസിനെയാണ് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇത്തവണത്തെ സെൻസസിൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UPSC, കേരള PSC തുടങ്ങി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു സ്പീഷീസാണ് നീലഗിരി താർ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. അതോടൊപ്പം തന്നെ കൂടുതലായിട്ടുള്ള ഫാക്റ്റുകൾ നിങ്ങൾ സ്വയം ആർജിക്കാനായിട്ട് നോക്കുക. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.